മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, നമുക്ക് എക്സാം ഒക്കെ വരികയാണ് അല്ലേ? എക്സാമിന്റെ സമയത്താണ് നമ്മുടെ ഒരുപാട് പാഠഭാഗങ്ങൾ അയ്യോ ഇത് പഠിച്ചിട്ടില്ലല്ലോ അത് പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്ത വരാറ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കോണ്ടന്റ് വീഡിയോ ആയിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മലയാളം ഫസ്റ്റ് ആണ് കേട്ടോ. അടിസ്ഥാന പാഠാവലിയിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ലൈവ് ക്ലാസ് ആയിട്ടും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ മലയാളം ഫസ്റ്റില് കുറേ കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. മാരത്തോണിൽ ടീച്ചർ എല്ലാം സെറ്റ് ആക്കി തരുന്നതായിരിക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യാം, എക്സാം മുന്നിലുണ്ട്. ഓഗസ്റ്റ് 20 അല്ലേ നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ അതിനു മുൻപ് നമുക്ക് എന്ത് ചെയ്യണം, കുറേ കാര്യങ്ങൾ കവർ ചെയ്തേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഞാൻ ആദ്യത്തെ പാഠത്തില് പുഷ്പോത്സവവുമായി ബന്ധപ്പെട്ട് ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം ഇതിലാണ് മലയാളം ഫസ്റ്റ് ആണ്. മലയാളം ഫസ്റ്റ് ആണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, മലയാളം ഫസ്റ്റ്. അപ്പോൾ മലയാളം ഫസ്റ്റിലാണ് പലർക്കും ചോദ്യങ്ങളൊക്കെ വേണ്ടത്. അപ്പോൾ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന് പറയുന്ന സുഗതകുമാരി ടീച്ചറുടെ ഒരു ലേഖനമുണ്ട് അല്ലേ? കുറിഞ്ഞിപ്പൂക്കൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ പൂത്ത് നിൽക്കുന്ന ആ മനോഹരമായ കാഴ്ചയിലേക്ക് നമ്മളൊക്കെ കൂട്ടിക്കൊണ്ടുപോവാണ്. അപ്പോൾ അതിൽ പുഷ്പോത്സവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പ്രകൃതിയിൽ അല്ലെ പുഷ്പോത്സവങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കുള്ളത് എന്നൊക്കെ. ഇത് പലതരത്തിൽ കുറിപ്പായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ പുഷ്പോത്സവം നടത്തുന്നത് എന്താണ്, ഉചിതമാണോ, അല്ലെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലും സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനുണ്ടോ എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പലതരത്തിലാണ് ചോദ്യങ്ങൾ വരാറ്. ആ സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ കുറച്ച് പോയിന്റുമായിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. പുഷ്പോത്സവങ്ങൾ നോക്കിയേ, പലതരത്തിലുള്ള രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഇങ്ങനെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ? പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദുബായിലൊക്കെ മിറാക്കിൾ ഗാർഡൻ ഉണ്ട്. അതുപോലെ വയനാട്ടിൽ ഈ അടുത്ത് ഒരു പുഷ്പോത്സവം നടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചിലതുണ്ട്. എന്നാൽ നമുക്ക് പ്രകൃതി തന്നെ കനിഞ്ഞനുഗ്രഹിച്ച ചില പുഷ്പങ്ങളുടെ ആ ഒരു ഉത്സവമുണ്ട്. അതായത് പൂക്കളിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു മനോഹാരിതയാണ് അല്ലേ? അപ്പോൾ പ്രകൃതിയും പുഷ്പോത്സവവും തമ്മിലുള്ള ആ ഒരു ബന്ധം, എന്തിനാണ് നമ്മൾ പുഷ്പോത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് എന്നൊക്കെയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റുകൾ ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. പുഷ്പോത്സവം നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും, നമുക്കൊരു സാംസ്കാരികമായിട്ട് നമുക്കൊരു പൈതൃകമുണ്ട് അല്ലേ? നമുക്കൊരു പാരമ്പര്യമുണ്ട്. പ്രകൃതിയോടുള്ള ആദരവിൻ്റെയും പ്രതീകമാണ്. പ്രകൃതിയെ ആദരിക്കുന്നതിനൊക്കെ ആയിട്ടുള്ള ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുഷ്പോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതുപോലെ വ്യത്യസ്ത പ്രദേശത്തിൽ നിന്നുള്ള ആളുകളെ ആകർഷിക്കുന്നതിനായി ടൂറിസം വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത്തരം ആഘോഷങ്ങൾക്കുള്ള പ്രാധാന്യം വലുതാണ്. അതായത് വ്യത്യസ്ത പ്രദേശങ്ങൾ, ഇപ്പോൾ വയനാട്ടിൽ, ഞാനിപ്പോൾ കോഴിക്കോടാണ്, വയനാട്ടിലാണ് പുഷ്പോത്സവം നടക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, അവിടേക്ക് പോകൂലേ? അപ്പോൾ ഇവിടെ നിന്നുള്ള ആളുകൾ അവിടേക്ക് കാണാൻ പോവുകയാണ്. പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഈ പുഷ്പോത്സവം നടക്കുന്ന ഇടങ്ങളിലേക്ക്, ജില്ല, സംസ്ഥാനം അങ്ങനെയൊന്നുമില്ല അല്ലേ? ഭാഷ, ദേശ എല്ലാ തരത്തിലുള്ള ആളുകൾ, വ്യത്യസ്തമായ ആളുകൾ എവിടേക്ക് എത്തുകയാണ്? വ്യത്യസ്തമായ സംസ്കാരമൊക്കെ പഠിച്ചു വന്ന ആളുകൾ ഇത്തരം ഉത്സവങ്ങളിലേക്ക്, പുഷ്പോത്സവങ്ങളിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യാണ്, അതൊരു ടൂറിസത്തെ കൂടിയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലേ? പിന്നെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിൽ അവബോധം വളർത്താനും ഇത് സഹായിക്കും. ശരിക്കും പുഷ്പോത്സവങ്ങൾ എന്താണ്, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ഒരു നല്ല ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ അതൊക്കെ എന്താണ്, നമ്മുടെ പരിസ്ഥിതിയായിട്ട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം നമുക്കത് വ്യക്തമാകുകയാണ് അതിലൂടെ. പിന്നെയോ പ്രകൃതിയോടുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുന്നുണ്ട് അല്ലേ? പ്രകൃതിയായിട്ട് ഇത്തരം പൂക്കളെല്ലാം ഇങ്ങനത്തെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കാനും അത് നമുക്കൊരു മോട്ടിവേഷൻ ആവുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു പ്രേരണയാണ് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഭാഗമാകുകയാണെങ്കിൽ നമുക്ക് പ്രകൃതിയോടൊക്കെ ഒരു വല്ലാത്തൊരു ഇഷ്ടം വരും. പ്രകൃതിയിലുള്ള ഇത്തരം വിഭവങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ് എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാവും. അപ്പോൾ കുട്ടികളിലൊക്കെ ആണെങ്കിൽ കുട്ടികളിൽ അങ്ങനെ ഒരു ബോധം വളർത്താൻ പറ്റും. സ്കൂളിലൊക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാ
എന്താണ് പ്രകൃതി സംരക്ഷണത്തിനും അതുപോലെ ഇതൊക്കെ ഞങ്ങളും ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു ബോധം കുട്ടികളിൽ വളരും. ഈ ഉത്സവം സാമൂഹിക ഐക്യം വളർത്തുന്നതിന് ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു സ്ഥലത്തൊരു ഇത്തരത്തിലുള്ള ഉത്സവം സംഘടിപ്പിക്കുകയാണ്, പുഷ്പോത്സവം സംഘടിപ്പിക്കുകയാണ്, പല നാട്ടിൽ നിന്നും പല ദേശത്തു നിന്നും ആളുകൾ ഇങ്ങനെ കാണാൻ വരികയാണ് അല്ലേ. അപ്പോൾ എന്താണ് സാമൂഹിക ഐക്യം, അവിടെയുള്ളവരും ഇവിടെയുള്ളവരും തമ്മിൽ. നമ്മൾ അവിടെ പോയിട്ട് അടി ഉണ്ടാക്കുകയോ കച്ചറ ഉണ്ടാക്കുകയൊന്നും ചെയ്യില്ല അല്ലേ. നമുക്കറിയാം ഇതിങ്ങനെ കണ്ട് പോകേണ്ട ഒന്നാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലും ചെറുകിട വ്യവസായികൾക്ക് പോലും അതിൽ നിന്ന് ഗുണം കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ പോകുന്നു, ഭക്ഷണമൊക്കെ കഴിക്കുന്നു, അല്ലെങ്കിൽ ചിലർ പല സാധനങ്ങൾ വാങ്ങുന്നു, അതിനോടനുബന്ധിച്ചുള്ള ചെറിയ ചെറിയ കടകളിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. സന്തോഷവും സൗന്ദര്യവും പ്രകൃതിയും സ്നേഹവും എല്ലാം ഒത്തുചേരുന്ന ഒരു ഉത്സവമാണ് ഇത്തരം പുഷ്പോത്സവങ്ങൾ. അപ്പോൾ സന്തോഷം, സൗന്ദര്യം, പിന്നെ പ്രകൃതി സ്നേഹം അല്ലേ. നമുക്കിത് കാണുന്ന സമയത്ത് സങ്കടമാണോ വരിക? അല്ല, സന്തോഷം വരില്ല. ഒരു മനസ്സിനൊക്കെ ഒരു തെളിച്ചാണ് നമ്മൾ ഇത്തരത്തിലുള്ള പുഷ്പോത്സവങ്ങളൊക്കെ. നല്ല നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് അല്ലേ. അത് സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ്. നമുക്കിങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് എന്നാ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് വിചാരിക്കുക ഇല്ല. ഈ പൂക്കളെല്ലാം കണ്ടിട്ട് അടിപൊളി, ഈ ഡ്രസ്സിന് ഇത് മാച്ചാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കും അല്ലേ. പലതരത്തിലുള്ള പൂക്കളെ വളർത്തി, ചെടികളെ വളർത്തി അതിലെ പൂക്കളെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് എന്താണ് വലിയ സന്തോഷം തന്നെ തരാറുണ്ട്. അപ്പോൾ സന്തോഷവും സൗന്ദര്യവും പ്രകൃതി സ്നേഹവും എല്ലാം ഒത്തുചേരുന്ന ഒരു ഉത്സവമാണ് ഇത്തരം പുഷ്പോത്സവങ്ങൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. അപ്പോൾ ഈ പോയിന്റ് എസ്സേറ്റൊക്കെ വരികയാണെങ്കിൽ ഈ പോയിന്റൊക്കെ വികസിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ മനസ്സിലായില്ലേ? ഇനി മറ്റൊരു വീഡിയോയിൽ വേറൊരു ചോദ്യത്തിൻ്റെ ഭാഗവുമായിട്ട് അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള പാകത്തിനുള്ള വീഡിയോസ് ക്ലാസ്സുകളായിട്ട് ടീച്ചർ വരാം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ക്ലാസ്സുകളിൽ എന്താണ് എല്ലാ ക്ലാസ്സിലും ഉണ്ട്. 4, 5, 6, 7 അല്ലേ, 7, 8, 9 ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ 7ാം ക്ലാസ്സിൻ്റെ ബാച്ചാണ് അവഞ്ചേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ 2750 രൂപയാണ്. ഇനിയിപ്പോൾ ഫ്രീഡം ഓഫറൊക്കെ വരികയാണ് അല്ലേ. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഡെയിലി റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. USS ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ പാഠഭാഗങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊരു അവഞ്ചേഴ്സ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അതിനൊരു സിസ്റ്റം ഉണ്ടാവുകയാണ്. അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പാഠങ്ങൾ ഓരോന്നായിട്ട് വൃത്തിയിൽ പഠിച്ചു പോകാം. അപ്പോൾ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും, ഡൗട്ട് ക്ലിയറൻസ് എല്ലാം. അതുപോലെ ഈ ഒരു നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുമോ, വേണോ, വേണ്ടയോ എന്നൊക്കെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്ത് തരുന്നതായിരിക്കും. ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണ് എനിക്ക് പറയാനുള്ളത്, ഇനി നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. പരീക്ഷയാണ് വരുന്നത്. അപ്പോൾ എല്ലാ ലൈവ് ക്ലാസ്സും മിസ്സാവാതെ നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.